വല്യമോളെ നമ്മൾ ഈ മൊമെന്റം കൊടുക്കണ പിള്ളേരുടെ സന്തോഷം ചില പിള്ളേരുടെ ഒക്കെ കണ്ണൊക്കെ നിറഞ്ഞു. 10,000 രൂപ വെച്ച് ക്യാഷ് പ്രൈസും കൂടി കൊടുത്തല്ലോ കണ്ണ് നിറയാൻ. അയ്യോ നിങ്ങൾ മാത്രമല്ല കൊടുത്തു, എല്ലാരും കൊടുത്തില്ലേ? ഇല്ല, ആരും കൊടുത്തില്ല. അതല്ലേ RDPയും മറ്റേ കുറെ ടീമുകളുണ്ടല്ലോ, ഒറ്റ ആയിരുന്നു അനങ്ങിയിട്ടില്ല. അവരൊക്കെ ഇനി ആഘോഷമായിട്ട് വെച്ച്, പക്ഷെ നമ്മൾ ഐഡിയപരമായിട്ട് വീട്ടിൽ കൊണ്ടങ്ങ് കൊടുത്തു. നമ്മളെ ബുദ്ധി അങ്ങനെ, ഇത് എന്റെ മാസ്റ്റർ പ്ലെയിനാണ്, അതാരും ഇതുപോലെ ചിന്തിച്ചിട്ടില്ല. ശരിയാ, 10 തലയുള്ള ആരാ? ആരാ ആയിക്കോട്ടെ. ഓ അറിയാലോ നമുക്ക്, ലീറ്റോച്ചേട്ടന്റെ കഴിവിനെ അംഗീകരിക്കത്തില്ല. ഞാൻ നോക്കിയോ, ഇനി അടുത്ത 10ാം ക്ലാസ് പാസ് പരീക്ഷയ്ക്ക് ഞാൻ വേറെ ഒരു ഭയങ്കര ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ ട്രോഫി ഒപ്പിക്കും? എവിടെന്നെങ്കിലും ആവട്ടെ, നീ എന്തിനാ അറിയണത്? നിന്റെ ഇതൊന്നും ഇല്ലല്ല, ഉള്ളവര് തരും. അമ്മ പോലും തന്നു. അതെ അതെ, അവർക്ക് ഞാൻ പറയില്ലേ, ഇവള് അവരെ മോളാണോന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല അല്ല. എന്നാ പണിയാണോ താൻ കാണിച്ചത്? എന്റെ മോളെ SSLCക്ക് ഫുൾ A+ വാങ്ങിച്ച ആ സ്റ്റിക്കർ ഒന്ന് ഇളകിയിരുന്നപ്പോഴേ ഒന്ന് മാറ്റിയപ്പോൾ ഇതെന്തോ എഴുതിയിരിക്കുന്നത്? കേരള നടൻ തിരുവാതിര രത്നമ്മ. എന്റെ മോളുടെ പേര് അഞ്ജലി എന്നാ. എന്നാ ഇവിടെ കാണിക്കുന്നത്? സാറേ, എന്റെ മോള് ഫുൾ A+ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിച്ചതാ. അതെ, അതിന് വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് അനുമോദിക്കാവുന്ന അവരെ പാർട്ടിക്കാരെല്ലാം എന്നിട്ട് തന്ന മൊമെന്റോ ഉണ്ടോ സാർ? ഇതൊന്ന് വായിച്ചു നോക്കിയാൽ. രത്നമ്മ തിരുവാതിര കളിയെന്ന്. സാരല്ല, ഈ നമ്മളെന്തിനാ ഇതിന്റെയൊക്കെ പിറകെ പോകുന്നത്? മോള് നല്ല പഠിച്ച് മിടിക്കാൻ നല്ല മാർക്ക് മേടിച്ചില്ലേ? ഓ സാറേ, അത് തന്നെ ധാരാളം. നിങ്ങളെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം ഉണ്ടാവും. ശരി സാർ. ശരി, ഇവിടാപ്പൊന്നും കാണിക്കേ. കേരളോത്സവം തിരുവാതിരക്കളി ഫസ്റ്റ് പ്രൈസ് രത്നമ്മ. ഞാൻ മോട്ടിച്ചല്ല, സത്യമായിട്ട് മോട്ടിച്ചല്ല. അമ്മ അതും താനം തന്നെ. അമ്മയുടെ ഇഷ്ടത്തിന് തന്നെ. റൊണാൾഡോ വായി നോക്കി നിന്റെ അടുത്ത് പഴയ സ്റ്റിക്കർ ഇളക്കിയിട്ട് പുതിയത് ഒട്ടിക്കാനല്ലാണ് പറഞ്ഞത്, അല്ലാതെ പഴയതിന്റെ പുറത്തോട്ട് ഒട്ടിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം. ട്രോഫി എടുത്ത വീട്ടുകാർ സ്റ്റിക്കർ ഇളക്കി നോക്കുന്നത് ഞാൻ അറിഞ്ഞു കൊച്ചമ്പി. എടാ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് ആത്മാർത്ഥ കാണിക്കണം. ഭയങ്കര മോശമായി. ഇനിയിപ്പേ ഇഡലി തീറ്റ മത്സരത്തിന്റെ ട്രോഫിയും കൂടി വരും. അതും കൂടി മേടിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും അച്ചമ്പിയും കൂടി വീട്ടിൽ കയറിയാൽ മതി. വാ കുഞ്ഞെ, അല്ലെങ്കിൽ നിന്റെ പേരും മാറ്റിക്കളയും. കർത്താവേ, അത് കൊടുത്തത് പട്ടാളക്കാരൻ ഹരീഷിന്റെ മോക്ക്. എന്റെ ദൈവമേ, തോക്ക്.